നസ്കർ ഇന്നലെ വരെ സർവാധികാരിയായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനാണ് ഇന്നലെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിധേയയായത്. രാവിലെ 10:30ക്കാണ് കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്കിടയിലേക്ക് ഭർത്താവും MLAയും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കൊണ്ടിറക്കുന്നത്. ആരുടെയും മുഖത്ത് നോക്കാതെ പോലീസ് ഒരുക്കിയ വൻ സുരക്ഷയ്ക്കിടയിലൂടെ വീണ വിജയൻ ED ഓഫീസിന്റെ മുറ്റത്തേക്ക് നടന്നു പോവുകയായിരുന്നു. അവിടെ കാത്തുനിന്ന് പണി വാങ്ങാതെ മുഹമ്മദ് റിയാസ് ആ കറുത്ത ഇന്നോവ ഹൈക്രോസ് കാറിൽ തിരിച്ചുപോയി. വൈകുന്നേരം കൃത്യം 8 മണിക്കാണ് അതേ കാർ വീണ വിജയനെ കളക്ട് ചെയ്യാൻ പിന്നീടെത്തുന്നത്. ആ വാഹനത്തിൽ അപ്പോൾ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതികരണം കിട്ടും എന്ന് കരുതി കാത്തിരുന്ന ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ കുനിഞ്ഞ മുഖവുമായി വീണ കടന്നുപോയി. കറുത്ത മാസ്ക് ധരിച്ച് വീണ ഒരൊറ്റ ചാനൽ ക്യാമറയുടെ മുമ്പിലേക്ക് പോലും എത്തി നോക്കി പോലുമില്ല. സിറ്റി സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ വമ്പൻ പോലീസ് സന്നാഹമായിരുന്നു ED ഓഫീസിന് മുൻപിൽ ഒരുക്കിയിരുന്നത്. EDയുടെ മുറ്റം മുതൽ റോഡ് വരെയുള്ള ടൈൽ പാകിയ റോഡിലെ ഇരുവശത്തും നിറഞ്ഞു നിന്ന ചാനൽ ക്യാമറാമാൻമാരെയും മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും വകഞ്ഞുമാറ്റി പോലീസ് സുരക്ഷാ വലയം ഒരുക്കി കൊടുത്തു. ആ വലയത്തിലൂടെ അവിടെ കാത്തുനിന്നിരുന്ന കാറിൻ്റെ പിറകു സീറ്റിലേക്ക് വീണ കയറിയിരുന്നപ്പോൾ വീണയുടെ മുഖത്തെ ഭാവം പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുനിഞ്ഞ മുഖവുമായി EDയുടെ ഓഫീസിലേക്ക് പോവുകയും 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അതേപോലെ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്ത വീണ കഴിഞ്ഞ 10 വർഷം ഈ നാടിനെ നിയന്ത്രിച്ചിരുന്ന പ്രധാന അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് മറക്കരുത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഡീലുകൾക്കൊക്കെ മുമ്പിൽ നിന്നത് വീണ വിജയനാണ് എന്ന ആരോപണം അതിശക്തമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്. ആ ഡീലുകളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് വീണ വിജയൻ ബാംഗ്ലൂർ ആസ്ഥാനമായി എക്സാലോജിക് എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചതെന്നാണ് ആരോപണമുയരുന്നത്. ആ കമ്പനിയിൽ ഒരൊറ്റ ഡയറക്ടറെ ഉണ്ടായിരുന്നുള്ളൂ, വീണ വിജയൻ മാത്രം. ആ കമ്പനിയിലേക്കാണ് പലരും മാസപ്പടിയായി പണം നൽകിയിരുന്നത്. അതിൽ ഒരു കമ്പനി മാത്രമായിരുന്നു CMRL. ഇങ്ങനെ മാസപ്പടി കൊടുത്ത സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ED പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഓരോ സ്ഥാപനത്തെയും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യമല്ല. ഇതിലേറ്റവും അധികം പണം കൊടുത്തത് CMRL. തൻ്റെ പണം താൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ആരാണ് നിങ്ങളൊക്കെ ചോദിക്കാൻ എന്ന നിലപാടായിരുന്നു ഈ CMRL ഉടമ ശശിധര കർത്തയുടേത്. 2019 ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ പിടിച്ചെടുത്ത 700 പേജിലധികം വരുന്ന മാസപ്പടി ഡയറിയിൽ തുടങ്ങിയ കേസ് നിയമപരമായി ബാങ്ക് അക്കൗണ്ടിലൂടെ വീണയ്ക്ക് കൊടുക്കുകയും GST അടച്ച് വീണ അത് പണമാക്കി മാറ്റുകയും ചെയ്തതിലേക്ക് എത്തിയത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയോടെയാണ്. ആ വിധി വാർത്തയാവുകയും വീണ വിജയന് SFIO കേസെടുക്കുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. SFIയുടെ കേസന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അതിന്റെ തുടർ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ഡൽഹി ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്നു. ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ED കേസെടുക്കുന്നതും ഇപ്പോൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേസന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതും. അതിലേറ്റവും നിർണായകമായിരുന്നു ഇന്നലത്തെ ദിനം. ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പ്രധാനമായും ചോദ്യം ചെയ്തത് CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശശിധര കർത്തയെയും ഭാര്യ ജയ കർത്തയെയും മകൾ ഷൈബി കർത്തയെയും മകൻ ശരൺ കർത്തയെയുമാണ്. അവരുടെയൊക്കെ മൊഴികൾ സ്വീകരിച്ച് പരിശോധിച്ചു വരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് പറഞ്ഞാണ് അവരെയൊക്കെ വിട്ടത്. അതിന് തുടർച്ചയായിരുന്നു ഇന്നലെ വീണയ്ക്കുള്ള സമൻസ്. ആദ്യ സമൻസ് ഒഴിഞ്ഞു മാറിയെങ്കിലും രണ്ടാം സമൻസ് ഒഴിഞ്ഞു മാറിയാൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പായതോടെ വീണ കൃത്യമായി തന്നെ ഇന്നലെ EDക്ക് മുമ്പിലെത്തുന്നു. വീണയ്ക്ക് ജയ് വിളിക്കാനോ ED ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയാനോ ചീമുട്ടെറിയാനോ ഒരൊറ്റ സഖാവ് പോലും അവിടെങ്ങും തടിച്ചുകൂടിയില്ല. ഇത്രയും വലിയ വിവാദത്തിലെ നായികയൊന്ന് കണ്ടേക്കാമെന്ന് കരുതി പരിസരവാസികൾ തടിച്ചുകൂടിയപ്പോൾ റോഡിൽ അല്പസ്വല്പം ഗതാഗത തടസ്സവും രൂപപ്പെട്ടു. 10:30 വീണയ്ക്ക് 11:30 മണി വരെ ഏതാണ്ട് 1 മണിക്കൂർ ED ഓഫീസിലെ പ്രതികൾ ഇരിക്കുന്ന മുറിയിൽ കാത്തിരിക്കേണ്ടി വരുന്നു, ഉദ്യോഗസ്ഥർ വിളിക്കുന്നത് വരെ. 11:30 വീണ തൻ്റെ മൊബൈൽ ഫോൺ റിസപ്ഷനിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി മുകളിലത്തെ നിലയിലെ ED ഉദ്യോഗസ്ഥർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. എഴുതി വച്ചിരിക്കുന്ന ചോദ്യം ചോദിക്കുകയും അതിന് പറയുന്ന ഉത്തരം എഴുതിയെടുക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ED ഉദ്യോഗസ്ഥർ ഇന്നലെ പുലർത്തിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അനേകം ചോദ്യങ്ങൾ ഇന്നലെ വീണയോട് ചോദിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം വരുത്തി കൊടുത്ത് അവിടെ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കാൻ സമയമൊരുക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. എഴുതിയെടുത്തതെല്ലാം വായിച്ച് കേൾപ്പിച്ച് ഒപ്പിടാൻ വീണ്ടും 2 മണിക്കൂർ എടുത്തു. ഏതാണ്ട് 7:45 കഴിഞ്ഞപ്പോഴാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും വിളിച്ചാൽ എത്തേണ്ടി വരും എന്ന് പറഞ്ഞ്
വീണയെ പറഞ്ഞയക്കുന്നത്. തിരിച്ച് താഴെ എത്തി മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുന്നത് വരെ വീണയ്ക്ക് പുറം ലോകത്ത് സംഭവിച്ചത് എന്തെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. കാരണം മൊബൈൽ ഫോൺ അടക്കമുള്ള സൗകര്യങ്ങൾ ED നിഷേധിച്ചിരുന്നു. 2017-2021 കാലഘട്ടത്തിൽ വീണ വിജയൻ മാത്രം ഡയറക്ടറായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് എത്തിയ 2,78,00,000 രൂപയെക്കുറിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയും പണം വീണയ്ക്ക് CMRL നൽകാൻ എന്തു സേവനമാണ് CMRLന് വീണയുടെ കമ്പനി നൽകിയത് എന്ന ചോദ്യത്തിന് വളരെ തന്ത്രപൂർവമായ ഉത്തരമായിരുന്നു വീണ നൽകിയത്. ഈ ഇടപാടിനെക്കുറിച്ച് തനിക്കൊരു ധാരണയുമില്ല. താൻ ആ സ്ഥാപനത്തിൻ്റെ ഉടമ മാത്രമാണ്. ആ സ്ഥാപനത്തിൽ അക്കാലത്ത് ജോലി ചെയ്തവർക്ക് മാത്രമാണ് എന്തു ബിസിനസ്സായിരുന്നു ഈ കമ്പനിയുമായി ഉള്ളത്, എന്ത് സേവനമാണ് അവർക്ക് കൊടുത്തത്, എന്തുകൊണ്ടാണ് അവർ പ്രതിഫലം നൽകിയത് എന്നൊക്കെ അറിയാവുന്നത് എന്നായിരുന്നു വീണയുടെ മറുപടി. വീണ മാത്രമാണ് കമ്പനിയുടെ ഡയറക്ടർ എന്നോർക്കണം. മറ്റൊരു ഡയറക്ടർ ഈ കമ്പനിക്കില്ല. 2013 പരിഷ്കരിച്ച കമ്പനി നിയമപ്രകാരം ഏകാംഗ കമ്പനിക്ക് അധികാരമുണ്ട്. അതുവരെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ 2 പേർ വേണമായിരുന്നു. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിലും കമ്പനി തുടങ്ങാം ചെറിയ ബിസിനസ്സുകൾക്ക് എന്നതായിരുന്നു 2013 നിയമം. അതുകൊണ്ടാണ് വീണ മറ്റാരെയും ചേർക്കാതെ സ്വന്തമായി കമ്പനി തുടങ്ങിയത്. ഇങ്ങനെ ഏകാംഗ കമ്പനികൾ തുടങ്ങുമ്പോൾ സാധാരണഗതിക്ക് അതിലെ പ്രധാനപ്പെട്ട ജോലിക്കാരനും ഇടപാടുകൾ നടത്തുന്നയാളും ആ കമ്പനി ഉടമ തന്നെയാവും. പ്രത്യേകിച്ച് കോടികളുടെ ഇടപാട് ഇല്ലാതെ വരുമ്പോൾ. ഇവിടെ വീണ തന്നെയാണ് ഇടപാടുകൾ നടത്തിയത് എന്ന് വ്യക്തമാണെങ്കിലും വീണ പറഞ്ഞു ആ സമയത്ത് എക്സാലോജിക്കിൽ ജോലി ചെയ്ത ജീവനക്കാരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇത് ബുദ്ധിപൂർവ്വമായ ഒഴിഞ്ഞു മാറലാണ്. ഉത്തരവാദിത്വം മുഴുവൻ ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പാനുള്ള നീക്കത്തിൻ്റെ ഭാഗം. ഇതൊന്നും പക്ഷെ വീണയെ രക്ഷിക്കാൻ പോകുന്നില്ല. വീണ പറയാനുള്ളതെല്ലാം അതേപടി കേട്ട് എഴുതിയെടുക്കുകയാണ് ED ഉദ്യോഗസ്ഥർ ചെയ്തത്. ഇനി അടുത്ത ഘട്ടം വീണ പറഞ്ഞിരിക്കുന്ന മൊഴിയും ഇതിനു മുമ്പ് ചോദ്യം ചെയ്ത കർത്തയും കർത്തയുടെ മക്കളും ഭാര്യയും ഒക്കെ പറഞ്ഞ മൊഴിയും ഇതുമായി കൂട്ടിയോജിക്കുകയാണ്. മാത്രമല്ല SFI അന്വേഷണത്തിൻ്റെ ഭാഗമായി 134 രേഖകൾ ശേഖരിച്ചിരുന്നു. ആ രേഖകൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ EDയുടെ കൈവശം എത്തിയിട്ടില്ല. ഇന്നോ നാളെയോ ആ രേഖകൾ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ആ രേഖകളിൽ ഇവരുടെയൊക്കെ മൊഴിയിൽ പറയുന്നതും EDയുടെ മുമ്പിൽ ഇവർ കൊടുത്ത മൊഴിയിൽ പറയുന്നതും വീണ പറയുന്ന മൊഴിയും ഒത്തുനോക്കി അതിലെ വീഴ്ചകളും സമാനതകളും ഒക്കെ കണ്ടെത്തി പുതിയ ചോദ്യാവലി തയ്യാറാക്കി ഇനിയും വിളിക്കും. ഏറെ വൈകാതെ തന്നെ വീണയ്ക്ക് അടുത്ത നോട്ടീസ് അയച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ളവ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ബാക്കിയാണ്. വീണയ്ക്ക് മാസപ്പടിയായി പണം കൊടുത്ത മറ്റ് കമ്പനികളുടെ വിശദാംശങ്ങളും ED ശേഖരിക്കുന്നുണ്ട്. ഇപ്പോഴും CPM വൃത്തങ്ങൾ പറയുന്നത് GST അടച്ച പണത്തിൻ്റെ പേരിൽ എങ്ങനെ EDക്ക് കേസെടുക്കാൻ പറ്റുമെന്നാണ്. ഇൻകം ടാക്സിന് പറ്റും, അവർ എടുത്തു, പിഴയടച്ചു. CMRനെതിരെ, വീണയ്ക്കെതിരെയല്ല. കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ED എങ്ങനെയാണ് GST അടച്ച് നിയമപരമായി പണം കൈപ്പറ്റിയ വീണയെ ചോദ്യം ചെയ്യുന്നത് എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നു. ബൈജു സ്വാമി കൃത്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കരിമണൽ മാസപ്പടി കേസിൽ വീണേച്ചിയുടെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ അവരുടെ വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീണേച്ചിക്ക് വ്യക്തമായി ഉത്തരം കൊടുക്കാനാകുന്നില്ല എന്നാണ് റൂമർ. കാരണം അബുദാബിയിലെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തത് ബാങ്കുകൾ ഡാറ്റ മുഴുവൻ പർജു ചെയ്തെന്നാണ് ചില ചാത്തന്മാർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വീണേച്ചിക്ക് കുരുക്കാവുന്ന ലക്ഷണം ലഗ്നവശാൽ നോം കാണുന്നു. കാരണം പറയാം, വീണേച്ചി എൻ്റെ അറിവിൽ ഒരു ഇന്ത്യൻ പൗരയാണ്. ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ റിസർവ് ബാങ്ക് കർശന വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകുന്നത്. ഫെമ ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് LRS വഴി പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി റെസിഡൻറ്റ് ഇന്ത്യന് 1 വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്ന് റെമിറ്റ് ചെയ്യാവുന്നത്. ആ 2.5 ലക്ഷം പഠനം, യാത്രകൾ, ചികിത്സ, ഇൻഷുറൻസ്, ചെറിയ നിക്ഷേപം എല്ലാം നടത്താൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന് പല ഫെമ കേസുകളിലും സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിൽ യാതൊരു കാരണവശാലും വിദേശത്തു നിന്നോ ഇന്ത്യയിൽ നിന്നോ പണം സ്വീകരിക്കാനാവില്ല. അതായത് വീണേച്ചി അക്കൗണ്ടുകളിൽ മാസപ്പടിയോ ആഴ്ചപ്പടിയോ എന്ത് പടി സ്വീകരിച്ചാലും അത് ബ്ലാക്ക് മണി ആക്ടിൻ്റെ പരിധിയിൽ വരും. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ TDS പിടിച്ച് അടയ്ക്കണം. അത് ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അറിയിക്കണം. എന്നാലും ഫെമ കേസ് നിലനിൽക്കും. ഫെമ എന്നത് വൻകിട കോർപ്പറേറ്റ് പുലിക്ക് പോലും പേടി സ്വപ്നമായൊരു നിയമമാണ്. കാരണം ആ കേസുകൾക്ക് PMLA മാത്രമല്ല വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പണം സ്വീകരിക്കുന്ന നിയമം കൂടി ചാർത്താൻ കഴിയും. സത്യം പറഞ്ഞാൽ വീണേച്ചിയോട് സഹതാപം തോന്നുന്നു. അപ്പൻ പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നല്ലാതെ ആ പെൺകുട്ടിക്ക് അത്ര വലിയ സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായി 1-2 അഭിമുഖങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ഇതിനാണ് പറയുന്നത് കഷ്ടകാലത്ത്
തന്തയാകും കാലനെന്ന്. കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ വീണേച്ചിയുടെ തടി ദൈവമല്ല, മൊട്ടഭായിക്ക് മാത്രമേ രക്ഷിക്കാനാകൂ എന്നാണ് എൻ്റെ തോന്നൽ. വീണ വിജയന് കുരുക്കാവുന്നത് പ്രധാനമായും UAE-യിൽ വീണ അക്കൗണ്ട് തുറന്നു എന്നതിനെക്കുറിച്ചാണ്. അതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമല്ല. പക്ഷെ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഷോൺ ജോർജ് തെളിവുകൾ സഹിതം ED-ക്ക് രേഖകൾ കൈമാറിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാൻ ED ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി UAE-യിലെ ഡൽഹി എംബസിയോടെ സഹായം തേടിയിട്ടുണ്ട്. UAE-യും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുക്കുമ്പോൾ അനുമതി കിട്ടാനുള്ള സാധ്യതയുണ്ട്. UAE-യിലെ വീണ വിജയൻ്റെ അക്കൗണ്ട് നാട്ടിലെ ടാക്സ് റിട്ടേണിലൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ടിൽ നടന്ന ഇടപാടുകളിലേക്ക് അന്വേഷണം പോയാൽ വീണ വിജയന് ചിരകാലം ജയിലിൽ വസിക്കാനായിരിക്കും വിധി.